ഹലോ ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സച്ചിയെയും കൂട്ടിയിട്ട് രേവതി വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. അന്നേരം സച്ചി പറയും, എൻ്റെ രേവതി എന്തിനാ നമ്മൾ മാത്രം വീട്ടിലേക്ക് പോകുന്നത്, എല്ലാവരും ഇവിടെ ഇരിക്കുകയല്ലേന്ന്. സച്ചിയേട്ടൻ വന്നേ നമുക്ക് പോവാമെന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവാണ്. അത് കണ്ടിട്ടാണെങ്കിൽ നമ്മുടെ ശ്രുതി ഭയങ്കര ചിരിയാണേ. എന്നിട്ട് മനസ്സിലിങ്ങനെ വിചാരിക്കും, മണ്ടന്മാർ ഇവരും എൻ്റെ സൂത്രത്തിൽ വീണുമല്ലോ എന്ന് പറഞ്ഞിട്ട് ബീരാനെ അന്വേഷിച്ച് പോവാണ് കേട്ടോ ശ്രുതി. ബീരാനാണെങ്കിൽ ഭയങ്കര പമ്മി നടക്കുകയാണ് ഇവർ കാണാതെ. അത് കാണുമ്പോൾ ശ്രുതി വന്നിട്ട് തോളത്ത് ഇങ്ങനെ പിടിക്കൂട്ടോ. അയ്യോ എന്നെ കൊല്ലല്ലേ, ഞാനൊരു തെറ്റും ചെയ്തില്ല, അവള് പറഞ്ഞു കേട്ടിട്ട് അതൊക്കെ വിശ്വസിച്ച് മാത്രം നിങ്ങളെ ഞാൻ പറ്റിച്ചേ എന്നൊക്കെ പറയാണ്. അപ്പോഴേക്ക് ശ്രുതി മുന്നിൽ വന്നിട്ട് ഇത് ഞാനാ, സച്ചിയല്ല എന്ന് പറയും. നീയാണോ? ഞാൻ അങ്ങ് പേടിച്ചു പോയി. സച്ചിയൊക്കെ എപ്പോഴേ പോയി, ഇനി എവിടെ വേണമെങ്കിലും താങ്കൾ മേഞ്ഞു നടന്നോന്ന് പറയട്ടോ നമ്മുടെ ശ്രുതി. നിനക്കേതായാലും ഭാഗ്യമുണ്ട് ശ്രുതി എന്ന് പറയുമ്പോൾ അവരൊക്കെ എൻ്റെ സൂത്രത്തിൽ പെട്ടുപോയി. അച്ഛനെയും ശ്രീകാന്തിനെയും ഇവിടുന്ന് പറഞ്ഞയക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല, പക്ഷെ സച്ചിയും ഈ സൂത്രത്തിൽ വീഴുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറയുമ്പോൾ ബീരാൻ പറയും, ഓ നീ വളരെ ബുദ്ധിശാലിയാണെന്ന്. അപ്പൊ ആ സന്തോഷത്തിൽ നിൽക്കാൻ കേട്ടോ ശ്രുതി. അങ്ങനെ സച്ചി പോയിക്കൊണ്ടിരിക്കുമ്പോൾ മാളുവിൻ്റെ അച്ഛൻ ഫോണിൽ വിളിക്കാൻ കേട്ടോ. സച്ചി നീ എവിടെയാന്ന് ചോദിച്ചിട്ട്, ഞങ്ങൾ പുറത്താണ്, വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ അതെന്ത് പണിയാ സച്ചി, മാളുവിൻ്റെ കല്യാണമായിട്ട് നിങ്ങൾ ഇവിടെ തന്നെ വേണ്ടേ എന്നങ്ങ് പറയുമ്പോൾ രേവതി പറയും, അതെങ്കിൽ ഞങ്ങൾക്ക് വൈകിട്ട് ഒരു ഫംഗ്ഷൻ ഉണ്ട്, അവിടേക്ക് പൂ ഓർഡർ കിട്ടിയിട്ടുണ്ട്, അതാ പിന്നെ ഞങ്ങൾ ആരോടും ഒന്നും പറയാതെ ഇങ്ങ് പോകുന്നത്. എന്തായാലും നിങ്ങളെ അനുഗ്രഹം അവർക്ക് വേണമെന്ന് പറയുമ്പോൾ അതെപ്പോഴും മനസ്സിലുണ്ടല്ലോ അങ്കിളെ എന്ന് പറയാൻ കേട്ടോ സച്ചി. അങ്ങനെയല്ല, മാളുവിൻ്റെ നിർബന്ധപ്രകാരം ഞാനിപ്പോൾ വിളിച്ചേ, അവൾക്ക് നിങ്ങളുടെ അനുഗ്രഹം കൂടിയേ തീരുള്ളൂ എന്ന്. എന്തായാലും വണ്ടി തിരിച്ചോ, നിങ്ങൾ ഇവിടെ വന്ന് അനുഗ്രഹിക്കുക എന്ന് പറയാണ്. അപ്പോൾ സച്ചി ഓക്കെ അങ്കിൾ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് അങ്ങ് തിരിക്കാണ് കേട്ടോ വണ്ടി. അങ്ങനെ കല്യാണ ഹാളിൽ എത്തുന്ന സച്ചി വരുമ്പോ തന്നെ ഫെബിൻ അമ്മാവനെ അന്വേഷിച്ചുകൊണ്ടിരിക്കാൻ കേട്ടോ, അനുഗ്രഹം വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്താ കാര്യം ചോദിക്കുമ്പോൾ, അല്ല അമ്മാവനെ ഞങ്ങളെ താലികെട്ട് സമയത്ത് പോലും കണ്ടില്ല, ആളെ ഇവിടെ എവിടെയും നോക്കിയിട്ട് കാണുന്നില്ല, എന്താ പറ്റിയതെന്ന് അറിയില്ല, അങ്ങനെ ആയാ പറ്റത്തില്ലല്ലോ എന്നും പറഞ്ഞ് ഒരാളെ അങ്ങ് അയക്കാണ് കേട്ടോ അമ്മാവനെയും വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ട്. അത് കേൾക്കുമ്പോൾ സച്ചി പറയും, നിന്റെ അമ്മാവൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുത്തിട്ടേ ഞങ്ങളൊക്കെ പോകുന്നുള്ളൂ എന്ന്. താങ്ക് യു ഏട്ടാ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ആ പോയ ആള് ബീരാനും കൊണ്ടാണ് വരുന്നത്. നല്ല അടിപൊളി സ്റ്റൈലിലാണ് കേട്ടോ വരുന്നത്. സച്ചിയും രേവതി അപ്പോൾ തന്നെ വേറൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ബീരാൻ വരുന്നത് കണ്ട് ഞെട്ടിപ്പോവാണ് കേട്ടോ. രേവതി നോക്ക് എന്ന് പറയുമ്പോൾ, അയ്യോ സച്ചിയേട്ടാ ഇത് ശ്രുതിയുടെ ചെറിയച്ഛനല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന് പറയണേ. അങ്ങനെ അമ്മാവൻ ഇവരുടെ അടുത്ത് എത്തുമ്പോൾ, എവിടെ പോയതായിരുന്നു അമ്മാവ, താലികെട്ടിന് പോലും കണ്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ, താലികെട്ട് ഞാനില്ലെങ്കിലും നടക്കും, പക്ഷേ ഞാനില്ലാതെ നടക്കാത്ത പല കാര്യങ്ങളും ഇവിടെ ഉണ്ട്, ഞാൻ വളരെ ബിസി ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് നിൽക്കാട്ടോ. അപ്പോഴേക്കും സച്ചിയും രേവതിയും കൂടെ അങ്ങോട്ട് എത്തുന്നുണ്ട്. അങ്ങനെ അമ്മാവൻ്റെ കാലൊക്കെ പിടിച്ച് നിൽക്കുന്ന സമയത്താണ് കേട്ടോ ബീര നോക്കുമ്പോൾ സച്ചിയെ കണ്ടിട്ട് ഞെട്ടുന്നത്. അപ്പൊ തന്നെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ശ്രുതിയല്ലേ ഇവർ പോയെന്ന് പറഞ്ഞേ, ഞാൻ പെട്ടോ ദൈവമേ, ഇവിടെ നിന്ന് ഓടിപ്പോയാലോ എന്നൊക്കെ ചോദിച്ചു നിൽക്കുകയാണ് കേട്ടോ. അന്നേരം അശോകൻ പറയുന്നുണ്ട്, ഇതാണ് ഫെബിന്റെ അമ്മാവൻ, അയാളെ ആളറിയുന്ന ഒരു ഇറച്ചിവെട്ടുകാരനാ, ആ ഒരു ഏരിയയിൽ ഇയാളുടെ കട ഫേമസ് ആണ്, പിന്നെ അത്യാവശ്യമൊക്കെ അഭിനയമുണ്ട് എന്ന് പറയുമ്പോൾ ഫെബിൻ പറയും, അമ്മാവന്റെ ഫസ്റ്റ് റോള് ബീരാൻ എന്ന പേരിലായിരുന്നു, അപ്പൊ ആ ഒരു നടൻ ഇപ്പോഴും അമ്മാവൻ നിന്ന് ഇറങ്ങി പോയിട്ടില്ല, അതുകൊണ്ട് എല്ലാവരും ഇയാളെ ബീരാൻ എന്നാണ് വിളിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ സച്ചിയും രേവതിയും എന്ന് പറഞ്ഞ് നിൽക്കുക. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്രുതി മീരയെ വിളിച്ചിട്ട് ഭയങ്കരമായിട്ട് സന്തോഷിച്ച് പറയാൻ കേട്ടോ ഇവിടെ നടന്ന കാര്യങ്ങളും സൂത്രത്തിൽ ഇവരെയൊക്കെ പറഞ്ഞു വിട്ടതും ഇരാൻ ഇങ്ങനെ പമ്മി നടന്നതും ആരും കാണാതെ ഇവരുടെ ഇടയ്ക്കൊന്നും വരാതെ രക്ഷപ്പെടുത്തിയതിനെ കുറിച്ചൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ സച്ചിയും രേവതിയും കാറിൽ വരുന്നുണ്ടാവും, കൂടെ വീരാനെയും കൊണ്ട് വരുന്നതായിരിക്കും കേട്ടോ ഇന്നത്തെ ലാസ്റ്റ് ഭാഗം.